الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുക. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും, അതിൽ നിരോധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ല അല്ലെങ്കിൽ വല അല്ലെങ്കിൽ ഫല എന്ന് കൂട്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വല തഖറബു സിന, നിങ്ങൾ സിന അവിടെ അടുക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ വല തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി മനുഷ്യനെ വധിക്കരുത്. അതുപോലെ അല്ലാഹു നമ്മളോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വലാ തഅകുലു അമ്വാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യായമായി അല്ലെങ്കിൽ അനധികൃതമായിട്ട് മറ്റുള്ളവരുടെ സമ്പത്ത് അല്ലെങ്കിൽ ധനം, സ്വത്ത് നിങ്ങൾ കഴിക്കരുത്. ഇന്നത്തെ കുത്തുബയിലൂടെ അനധികൃതമായിട്ട് മറ്റുള്ളവരുടെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ കഴിക്കുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇപ്പൊ സുബഹി നമസ്കാരമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ചെറിയ മക്കള് മദ്രസയിൽ പോകും നമ്മൾ കാണും. നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ്. ഇപ്പൊ മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടി
അല്ലെങ്കിൽ ആ ഉസ്താദന്മാരുടെ സമ്പാദനത്തിന് അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടി നമ്മൾ സംഭാവനകളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ മക്കൾ വളർന്ന് വളർന്ന് ഒരു ഉസ്താദായി മാറി എന്നിരിക്കട്ടെ. അങ്ങനെ ആ ഉസ്താദ് വളർന്ന് ഒരു തലക്കെട്ടും ഒരു കോട്ടും കിട്ടി കുറച്ച് ഇൽമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 25, 26, 27 വയസ്സൊക്കെ ആവും. അങ്ങനെയുള്ള ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു ഇൽമ ചോദിച്ച് ചെല്ലുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ചോദിക്കുന്ന എന്ത് വിഷയത്തെ കുറിച്ചാണ്? പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ചാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമ്പത്ത് ഇൽമിന് വേണ്ടി അല്ലെങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ചിലവഴിക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മൾ. അതനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് പരലോകം പുണ്യം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ പഠിച്ചു വന്ന ഒരു വ്യക്തിയോട്, ഒരു ഉസ്താദിനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഉസ്താദേ, ഈ പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, ബിരിയാണി 33 പ്രാവശ്യം, ചിക്കൻ 65 33 പ്രാവശ്യം. ഒരു ആയത്തിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഇതൊക്കെ വൈറലായ പ്രസംഗമാണ്, നിങ്ങൾ കേട്ട് പഠിക്കണം. എന്താണ് ഒരു സമൂഹത്തെ പഠിക്കുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനില് ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്നത് അത് ചിക്കൻ 65 33 ചെല്ലുന്നത് പോലെ, എന്നിട്ട് അത് കിട്ടാതിരുന്ന ഹോട്ടലിൽ ചെല്ലിയത് കൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെയാണോ അർത്ഥം കൊടുക്കേണ്ടത്? നമ്മുടെ സമൂഹത്തില് ഇന്ന് നിങ്ങൾ നോക്കൂ, പല സഹോദരന്മാരും മിഹ്റാജ് നോമ്പ് എന്ന് പറയുന്ന നോമ്പുകൾ എടുക്കുന്നു. ഈ നോമ്പിന്റെ വിഷയത്തില് ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും ആധികാരിക പണ്ഡിതന്മാരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പണ്ഡിതൻ ഇബ്നു അസ്ലാനി റഹിമഹുല്ലാഹ്, ആ മഹാനെ പറ്റി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടിതമായ മറുപടി ലാ ഹിജ്റ ബഅദ അൽ ഫതഹ്. ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനത്തിന് ഇബ്നു അസ്ലാനി റഹിമഹുല്ലാഹ് വ്യാഖ്യാനം ചെയ്തതിന് ശേഷം ആരും വ്യാഖ്യാനം കൊടുക്കേണ്ട അത്രക്ക് വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ഇബ്നു അസ്ലാനി റഹിമഹുല്ലാഹ് ഈ നോമ്പിനെ പറ്റി പറഞ്ഞെന്താ? അതിനെപ്പറ്റി പഠിച്ചത് അതിന്റെ ഹദീസുകൾ, ഇത് കംപ്ലീറ്റ് ഇറങ്ങിയത് ഷിയാക്കളിലാണ്. അതിനെപ്പറ്റി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇബ്നു അസ്ലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അങ്ങനത്തെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല. എന്ത് ഈ മിഹ്റാജ് എന്ന് പറയുന്ന ഒരു നോമ്പ് ഇസ്ലാമിലല്ലേ, യാതൊരു അടിസ്ഥാനമില്ല എന്ന് ഹാഫിദ് ഇബ്നു അസ്ലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് അത് കേൾക്കാൻ ഇവിടെയുള്ള ഭൂരിഭാഗം മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിന്റെ ഇടക്കാണ് പരിശുദ്ധ ഖുർആൻ. നമ്മള് എന്തായാലും ഹദീസുകള് പരിശുദ്ധ ഖുർആന്റെ താഴെ വരുന്നതാണ്, അതിന്റെ വ്യാഖ്യാനമായിട്ട് വരുന്നത്. ആദ്യമേ ഖുർആനെ കുറിച്ച് ചോദിച്ചപ്പോൾ തമാശയാക്കണം, പിന്നെ എങ്ങനെയാണ് ഈ ഹദീസിന്റെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താല് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? അപ്പൊ നമ്മൾ ഈ വിഷയം ശരിക്കും പഠിക്കണം. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം ഈ വിഷയങ്ങള് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഒരു വിഷയം അറിയാൻ വേണ്ടി നമ്മള് ഉസ്താദന്മാരോട് ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഉത്തരം പള്ളി ദർസിൽ അത്രയും നാള് ഓതിപ്പിടിച്ച ഇമാം ജലാലൈനി റഹിമഹുല്ലാഹ് തഫ്സീർ വെച്ചെല്ലാം പഠിപ്പിക്കുന്നത്. ജലാലൈനി എന്ന് പറയുന്ന തഫ്സീർ നമ്മൾ ഏത് പള്ളികളിൽ ചെന്നാലും ഉസ്താദന്മാർ ഓതുന്ന കാണാം. ജലാലൈനി എന്ന് പറയാൻ കാരണം രണ്ട് ജമാലുദ്ദീൻമാര്, ഒന്നാമത്തെ ആള് ജലാലുദ്ദീൻ അൽ മഹല്ലി, രണ്ടാമത്തെ ആള് ആ മഹാനവറുകൾ വഫാത്തായതിനു ശേഷമാണ് ജനിക്കുന്നത്, ജലാലുദ്ദീൻ അൽ സിയൂത്തി. ഈ രണ്ട് പണ്ഡിതന്മാരുടെ പേര് ജലാലുദ്ദീൻ എന്നുള്ളത് കൊണ്ടാണ് അവർ തഫ്സീർ ഇപ്പോൾ ജലാലൈനി എന്ന് കേൾക്കുന്നത്. രണ്ട് പെണ്ണിന് അറബിയിൽ കലമൈൻ എന്ന് പറയത്തില്ല എന്ന് പറയുന്നത് പോലെ ജലാലൈനി. ആ തഫ്സീർ ജലാലൈനിയില് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പള്ളി ദർസിൽ ഓതി പഠിച്ച ഉസ്താദുമാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന നോമ്പിനെ കുറിച്ച് പറയുന്നത്? ഈ വിഷയം നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. പക്ഷെ നമ്മുടെ സമ്പത്ത് അന്യായമായി തിന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് വളർന്ന
ആൾക്കാര് ജനങ്ങളെ കബളിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഖുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ തിന്നരുത്. വലാ തഖുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ അന്യായമായി മറ്റുള്ളവരുടെ സ്വത്ത് നിങ്ങൾ തിന്നരുത്. മറ്റുള്ളവരുടെ സ്വത്ത് തിന്ന് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ സത്യം പറയാൻ കഴിയുകയില്ല, ദീന് പറയാൻ കഴിയുകയില്ല. കാരണം ഇവൻ തിന്നത് മറ്റുള്ളവരുടെ സ്വത്ത്, അവരുടെ സമ്പത്ത്, അവരുടെ ധനം അന്യായമായാണ്. ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സത്യം പറയാൻ അവൻ തയ്യാറായില്ല. ഈ സത്യം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിന്ന് എനിക്ക് ലഭിക്കുകയില്ല. ഇത് നിങ്ങൾ ആലോചിച്ചു. കോഴിക്കോട് മിറാജ് സംഗമം എന്ന് നടക്കുന്നു. കോഴിക്കോട് മിറാജ് സംഗമം. സഹോദരന്മാരെ ഈ മിറാജ് നോമ്പ് ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഷിയാക്കളാണ്. ഷിയാക്കളുടെ അൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ മിറാജ് നോമ്പിനെ പറ്റി പറയുന്നത്. ആ മിറാജ് നോമ്പിന്റെ വിശദീകരണം പറയുന്നിടത്ത് നമുക്ക് അൽ കാഫിയിൽ കാണാം, റജബ് ശഹറുല്ലാഹ്. റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമാണ്. ഷിയാക്കൾ പറയുകയാണ് ശഅബാൻ ശഹറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ എന്ന് പറഞ്ഞാൽ നബീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാസമാണ്. റമദാൻ ശഹറുൽ ഉമ്മത്തി. റമദാൻ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിന്റെ മാസമാണ്. കേൾക്കുമ്പോൾ നല്ല രസം തോന്നും. കേൾക്കുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തോന്നും. അതാണ് ഷിയാക്കളുടെ കാഫിയിലുള്ളത്. തന്നെയുമല്ല മൻ സാമ യൗമിൻ റജബിൻ അസ്തജവബ റിദ്വാനല്ലാഹ് എന്ന് കാഫിയിൽ കാണാം. ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പെടുത്താൽ, ഈ 27ാമത്തെ നോമ്പെടുത്താൽ അല്ലാഹുവിന്റെ തൃപ്തി, പ്രസാദം അവന് ലഭിക്കുന്നതാണ് എന്നൊക്കെ എവിടെ കാണാം? അൽ കാഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം. സഹോദരന്മാരെ ഷിയാക്കൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഷിയ ഭരണകൂടത്തിന്റെ ആയത്തുള്ള ഖുമൈനിയുടെ ചങ്ങാതിയായിരുന്ന ഒരു വ്യക്തി തൗഹീദിലേക്ക് കടന്നു വന്നു. തൗഹീദിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആയത്തുള്ള ഖുമൈനിയും ഇദ്ദേഹം കൂടി യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം അവരുടെ ഒരു വീട്ടിൽ തങ്ങി. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ അവിടുത്തെ 12 ഇമാമികളിൽ വിശ്വസിക്കുന്നവരാണ്. അതിന്റെ പാരമ്പര്യത്തിൽ വരുന്ന അവർക്ക് മുത്തുമ എന്ന് പറയുന്ന ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ചെറിയ മക്കളിൽ നിന്ന് സുഖമെടുക്കുന്ന, ഒരിക്കലും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല, ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള വിഷയം ഷിയാക്കൾക്ക് പുണ്യകരമായിട്ടാണ്. അങ്ങനെ ആയത്തുള്ള ഖുമൈനി അത് ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തൗഹീദിൽ നിന്ന്, ഷിയാക്കളിൽ നിന്ന് തൗഹീദിലേക്ക് വന്ന ആ പണ്ഡിതൻ ഒരു ഗ്രന്ഥം തന്നെ സൗദി അറേബ്യയിൽ അറബിയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ ഷിയാക്കളുടെ പ്രവർത്തനം. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ 5 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ വീട്ടിൽ ഇങ്ങനെ കളിച്ചു നടന്നു. ആയത്തുള്ള ഖുമൈനി അവരോട് പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ വേണം. നിങ്ങൾ അത് ആലോചിച്ച് നോക്ക്. ഷിയാക്കൾ എന്ന് പറയുന്നത് ഒരു നല്ല ആൾക്കാരാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ഉള്ളിന്റെ ഉള്ളില് അപ്പൊ കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പിയായി. ആ കുഞ്ഞിന്റെ ഉമ്മക്കും ഉപ്പക്കും ഇവിടെയാണെങ്കിൽ പോക്സോ കേസെടുത്ത് ചിലപ്പോൾ തൂക്കിക്കൊല്ലണ്ട, ശിക്ഷ കൊടുക്കേണ്ടതാണ്. അങ്ങനെ ആയത്തുള്ള ഖുമൈനി ആ റൂമില് ആ കുഞ്ഞിനെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഈ വ്യക്തി, ഈ ഷിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരനൊന്ന് ചിന്തിച്ചു, ഇതെന്താണ്, ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ? അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയല്ല. അങ്ങനെയാണ് അദ്ദേഹം തൗഹീദിലേക്ക് കടന്നു വരാനുള്ള കാരണം. സഹോദരന്മാരെ ഇത്രയും വൃത്തിയിൽ കേടും ഹീന പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഷിയ വിഭാഗം. ലോകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കാണിക്കുന്ന ഈ നെറികേടുകൾക്കെതിരെ ചിലപ്പോൾ അവർ പ്രതികരിച്ചെന്ന് വരും. അത് രാഷ്ട്രീയ വിഷയം. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അത്രക്ക് മോശക്കാരായിട്ടുള്ള ഹീനവൃത്തികൾ ചെയ്യുന്ന ഷിയാക്കളായിട്ടുള്ള ആൾക്കാർ അവിടെ കാഫി എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വിഷയമാണ് മിഅ്റാജ് നോമ്പ്. ആ മിഅ്റാജ് നോമ്പ് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാര് വിശദീകരിച്ച് കൊടുക്കാത്തതിന്റെ കാര്യം എന്താ? അവര് ജനങ്ങളിൽ നിന്ന് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നവരാണ്. സത്യം തുറന്നു പറയാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം സത്യം തുറന്നു പറഞ്ഞാല് അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ നിർത്തലാവും.
അപ്പൊ ഇന്ന് കോഴിക്കോട് നടക്കുന്ന മിറാജ് സംഗമത്തിൽ എന്ത് സംഭവിക്കും? ധാരാളം പിരിവ് നടക്കും, ധാരാളം സംഭാവനകൾ ലഭിക്കും. പള്ളികളിൽ നടക്കുന്ന അതുപോലെയുള്ള വിഷയങ്ങൾക്ക് അതിനും ആൾക്കാർ പൈസ കൊടുക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയുമല്ല നിങ്ങൾ അന്യായമായി മറ്റുള്ളവരുടെ ധനം സമ്പാദിച്ചെടുക്കുവാൻ വേണ്ടി, കബളിപ്പിച്ചെടുക്കുവാൻ വേണ്ടി നിങ്ങൾ വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. ഒരു അന്യന്റെ സമ്പത്ത് നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹം ആയിക്കൊണ്ട് നമ്മൾ കോടതിയെയോ വക്കീലെ വരെ സമീപിക്കുകയോ പോലും ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. നിങ്ങൾ ആലോചിച്ചു, ദീനിന്റെ വിഷയത്തിൽ ഉസ്താദ് ഈ വിഷയം ഇങ്ങനെ ഉണ്ടോ, മിറാജ് പോലത്തെ വിഷയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിനെതിരെ നമ്മൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുകയാണെങ്കിൽ പണ്ഡിതന്മാർ തന്നെ തിരുത്തും. നീ എന്ത് പറയുന്നത്, അതിന് ഇത്ര കൂലിയുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൊടുക്കുന്ന സമ്പത്തുണ്ടല്ലോ. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നത് അതാ, എന്തായാലും മക്കളല്ലേ പഠിച്ചോട്ടെ എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെല്ലാം ഷിയാക്കളുടെ പ്രവർത്തനങ്ങളാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന് നമ്മൾ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന സമയത്ത് ലേനത്തുള്ളാഹി എന്ന് പറയുന്ന ആൾക്കാരാണ് ഷിയാക്കൾ. ആ ഷിയാക്കള് സമൂഹത്തിൽ ഉണ്ടാക്കി വിട്ടിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള പൗരോഹിത്യത്തിന് വളരെ ഉത്സാഹമാണ്. അതേസമയം ഏതെങ്കിലും ഒരു വിഷയം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് മറുപടി പറയാനും സാധിക്കില്ല. തന്നെയുമല്ല, പള്ളിക്കൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജലാലി എന്ന് പറയുന്ന തഫ്സീറിൽ അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്ന ആയത്തിനെ ആ മഹാനവരോട് കൊടുക്കുന്ന തഫ്സീർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുലൂബുൽ മുഅ്മിനീന അല്ലദീന തജിദു അസ്സാകിനതു മുത്മഇന്ന ഫീ ദിക്രില്ലാഹി വമാ ഗൈറ ദാലിക ലാ യുതി ഖൽബൻ സാകിനതൻ. തഫ്സീർ ജലാലൈനിയിലെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അതുപോലെ തന്നെ ഇമാം ജലാലുദ്ദീൻ മഹല്ലിയും കൊടുക്കുന്ന അർത്ഥം. അപ്പൊ ഈ വിഷയം ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഈ അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോൾ ഈ സമ്പത്ത്, മറ്റുള്ളവരുടെ സമ്പത്ത് തിന്ന് ദീനിൽ വളർന്നു വന്ന് ഇവർ ഇത് പറഞ്ഞു കൊടുത്താൽ പോരെ? എന്താ പറയുന്നത്? ഇതിൽ പറയുന്ന കാര്യം ലാ യൂതി കൽബൻ സാകിനത്തുൻ ഹഖീഖിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു പരിശുദ്ധവാനായ അല്ലാഹുവിനെ ഓർക്കുന്നതല്ലാതെ, സ്മരിക്കുന്നതല്ലാതെ ഒരു ഹൃദയത്തിനും ശാന്തി ലഭിക്കുകയില്ല. The true peace of the heart is not given except by the remembrance of Allah എന്നാണ് തഫ്സീർ ജലാലൈനിൽ കൊടുക്കുന്ന അർത്ഥം. ഇതല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്? സഹോദര, നമ്മളൊരു പ്രശ്നത്തിലേക്ക് ഇടപെട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു മരണമുണ്ടായി, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലാഹു തന്നതാണ്, ഗിഫ്റ്റാണ്, അത് അല്ലാഹു എടുത്തു. ഏതൊരു വിഷയം, സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് വന്നിരിക്കുകയാണ്, ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അതുപോലെ തന്നെ ഏത് വിഷയം വന്നാലും റിമംബറൻസ് ഓഫ് അല്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ് എങ്കിൽ അതിന് ഹൃദയത്തിന് ശാന്തി ലഭിക്കുമെന്ന് ജലാലുദ്ദീൻ മഹല്ലിയും ആ ഇമാമികൾ പറഞ്ഞ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ബിരിയാണി 33, ചിക്കൻ 65 30 ഇതിലേക്ക് ജനങ്ങൾ അധപ്പതിക്കണമെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, സമൂഹത്തിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ മദ്രസക്ക് അല്ലെങ്കിൽ പള്ളിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് സംഭാവന. അപ്പൊ നമ്മുടെ ധനം അന്യായമായി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ജാഗ്രതയിലുള്ളവരായിരിക്കും. ഏതുപോലെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നവരുടെ കലണ്ടർ വരെയും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു സ്ഥാപനമല്ലേ, അത് ചിന്തിക്കാൻ പാടില്ല. അത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം ഇവർ നയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെയും നേർവിരുദ്ധമായ മാർഗമാണ്. സ്വഭാവത്തിനെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ സ്വഭാവത്തെ ദുഷിച്ച് സംസാരിച്ചാൽ കൂലികൾ ലഭിക്കുമെന്ന് പറയുന്ന ഷിയാക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ സമ്പത്ത് അന്യായമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു 5 രൂപ ചെലവാക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കൊടുക്കുന്നത് മദ്രസയുടെയോ പള്ളിയുടെയോ കാര്യത്തിനാണ് എങ്കിൽ അത് നമ്മൾ വളരെ ചിന്തിച്ചു കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ദർസുകളിൽ പോയി പഠിച്ച് ഇത്ര വർഷം ഓതിയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് പോലും വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ ദഈഫായിട്ടുള്ള ഹദീസ് അല്ലെങ്കിൽ ദഈഫായ നോമ്പുകൾ വന്നപ്പോൾ അത് വിശദീകരിക്കുന്നത്? ഖുർആനിന്റെ വിഷയം പറയുമ്പോൾ അതിന് പോലും പറയാൻ
സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ദഈഫായ ഹദീസിൽ വന്നിട്ടുള്ള നോമ്പിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ സമ്പത്ത്, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ധനം ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ സമൂഹത്തിന് പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സംഭാവന കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ പൈസ പോവാൻ നമ്മുടെ ധനം പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ സംശുദ്ധമായ രീതിയിൽ ധനം ചെലവഴിക്കുന്നവരുടെ കൂടെ ഇസ്ലാമിന്റെ പേരിൽ അനിസ്ലാമിക കലർത്തുന്ന രീതിയിൽ വളർന്നു വരുന്ന ആൾക്കാർക്ക് യാതൊരുവിധ രീതിയിലുള്ള സംഭാവനകൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. അവരിങ്ങനെ കൊടുത്ത് വളർന്നു വന്നാൽ ദീനിനെ സമൂഹത്തിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിലേക്ക്, മുസ്ലിങ്ങളുടെ മുമ്പിലേക്ക് ഇത്വാദികളും ഇസ്ലാമിനെ കബളിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ഇസ്ലാമിനെ ഏത് സമയം കുറ്റം പറയുന്ന അവരുടെ മുമ്പിലേക്കാണ് ഈ പൗരോഹിത്യത്തിന്റെ ആൾക്കാർ വ്യാജ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകുന്നത്. അതുപോലെയുള്ള വ്യാജ നോമ്പുകളും നമ്മുടെ വാഗൊണ്ടിങ്ങനെ പറയുന്നത് വെറുതെ വാഗൊണ്ട് പറയും, പ്രമാണമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ പ്രമാണ സംബന്ധമായിട്ട് പറയണമെങ്കിൽ ഇമാം ഇബ്നു അസ്ലമി റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തിൽ ധാരാളം വിഷയങ്ങൾ നമുക്ക് നിസ്കാരം വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് വരെ നിസ്കാരം പോലും ഇല്ലാതെ അതിന്റെ പേരിൽ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ആ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇനിയും രക്ഷപ്പെടണമെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക സഹായം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ സമ്പത്ത് സംശുദ്ധമായ രീതിയിൽ മാത്രം ചെലവഴിക്കുന്ന വ്യക്തിത്വങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തിയാണ് വസിയത്ത് ചെയ്യുന്നത്. സഹോദരിമാരെ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിമാരും കട്ടിമുട്ടിയ ചരിത്രങ്ങൾ സൂറത്ത് ബനീ ഇസ്രായേലിന്റെ തഫ്സീറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ മഹാനായ പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടിയ വിഷയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അതിൽ പറയുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ മുഹമ്മദ് അക്രിഉ ഉമ്മത്തിക മിന്നി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ പ്രവാചകനായ അബുൽ അംബിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അങ്ങയുടെ ഉമ്മത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് എന്റെ സലാം അറിയിക്കണം. നമ്മൾ ഈ വിഷയങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. എത്രയോ വിഷയങ്ങള് ജമാഅത്ത് രീതിയിൽ നമ്മളെ സൗഹികമായിട്ട് പഠിപ്പിക്കുന്നു. ഇതൊക്കെ വിട്ടിട്ട് ജനങ്ങൾ വേറെ രീതിയിൽ സഞ്ചരിക്കുകയാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ അറിയിച്ചു കൊടുക്കണം, സ്വർഗത്തിലെ മണ്ണ് വളരെ നല്ലതാണ്. നമ്മളിപ്പോ കൃഷിയൊക്കെ ചെയ്യാൻ നേരത്ത് അവിടുത്തെ മണ്ണ് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുന്ന പോലെ സ്വർഗത്തിലെ വിളകൾ ഉണ്ടാക്കാൻ കൃഷി ചെയ്യാൻ അവിടുത്തെ മണ്ണ് നല്ലതാണ്. ഇനി എന്താണ് പറയുന്നത്? അതുപോലത്തെ അവിടുത്തെ വെള്ളം മധുരമുള്ളതാണ്. അവിടുത്തെ മണ്ണ് വളരെ വിശാലമാണ്. നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ വളരെ വിശാലമായ മണ്ണാണ്, നേരെ സമതലമുള്ളതാണ്. മണ്ണ് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ മധുരമുള്ളതാണ്. അവിടുത്തെ ചെടികൾ, അവിടുത്തെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ നേതാവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഇബ്രാഹിം എപ്പോൾ ഇസ്രായേലിന്റെ രാത്രിയിൽ, അല്ലാതെ എന്തെങ്കിലും കഥയോ നാടകമോ ഇല്ലാത്ത കാര്യങ്ങളല്ല.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു, സ്വർഗ്ഗത്തിലെ മണ്ണ് വിളയെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്, സമതലമാണ്. അവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്ക് ദീനിനെ കുറിച്ച് അറിയില്ലാത്തവരുണ്ട്. അവർ നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ ബാപ്പ, അതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഷിയാക്കളുടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നോമ്പ് കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും, അവരൊരു നോമ്പെടുത്തില്ലേ, അത് നല്ലതല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പോലെയുള്ളവർ പറഞ്ഞു അത് വിദ്വത്താണ്, അത് ഇല്ലാത്തതാണ്. പക്ഷേ സ്വർഗത്തിലെ വിളവുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്നതിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ അന്ധവിശ്വാസത്തിന്റെ ആൾക്കാർ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന സ്വർഗത്തിലാണ്. ഇവിടെ 4 മണി മുതൽ അത്താഴമൊക്കെ കഴിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയം വരെ വെറുതെ നമ്മൾ എന്തെങ്കിലും പ്രയോജനം? ഒരു പ്രയോജനം. കാരണം ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളുണ്ട്. വ്യാഴം, അതുപോലെ തന്നെ തിങ്കൾ നോമ്പുണ്ട്, അയ്യാമുൽ ബീദ് 13, 14, 15. അതൊക്കെ എടുത്ത പ്രശ്നമില്ല. അതല്ല ഈ എടുക്കുന്നത്. വിദഗ്ധായിട്ടുള്ള ഇസ്ലാം ഇല്ലാത്ത നോമ്പെടുക്കുന്ന സമയത്ത് അവരാരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും മനസ്സിലാകാതെ എടുക്കുന്ന സമയത്ത് നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ വിളവാണ്. അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് പറഞ്ഞാൽ 24 നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് അവർ നോമ്പെടുക്കുകയാണ്. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഒന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് കൂലിയുണ്ട്. ഇത് ഇസ്ലാമിലുള്ള കാര്യമാണ്. സഹോദരന്മാരെ, സഹോദരന്മാരെ, എന്താണ് പരിശുദ്ധമായ ദീനിലുള്ളത് അത് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. തന്നെയുമല്ല സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ ഉംറ പോവുകയാണ്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പൗരോഹിത്യത്തിന്റെ ആൾക്കാർ ഏകദേശം അല്ലാഹു അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏകദേശം പരിശുദ്ധ ഖുർആനിൽ നിന്ന് 28 ആയത്തുകളാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ഭാഗത്ത് പറയും. തഫ്സീറോ, ഈ പഠിച്ചു വരുന്ന തഫ്സീറോ ഖുർതുബിയോ റാസിയോ ഒന്നും ഉദ്ധരിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ഭാഗത്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഹാഫിദ് വന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ആയത്തുകൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കണം. 28 ആയത്തുകളുണ്ട് നിങ്ങൾക്ക്. നമുക്ക് കാരണം എന്താ, അല്ലാഹു ഈ പള്ളി എന്തിനാ വന്നത്? നമുക്ക് ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ്. കുത്തുമകൾ കേട്ടത് മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇൽമാണ്. അവർ ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ പാടില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ആയത്തിന്റെ തഫ്സീർ നമ്മുടെ വാക്കുകൊണ്ടല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഈ 15 ദിവസത്തിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ആയത്തുകളാണ് ആരും പൗരോഹിത്യത്തിന്റെ ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്ത് ദർസിൽ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മള് എന്താണ് ഇമാമിങ്ങൾ അതിന് കൊടുത്ത, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആ ആയത്തുകൾ നമുക്ക് ബൈഹാർട്ടുണ്ടാകും. അത് ഓടുന്ന രീതി, അതിന്റെ തജ്വീദ് എല്ലാം നമ്മൾ അറിഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ തഫ്സീർ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൂലി എത്രയെന്ന് ആലോചിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ പോലെ സമയം കണ്ടെത്തണം നിങ്ങൾ. കാരണം എങ്കിലും നമ്മൾ ഈ പള്ളി പണിതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഇപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് പോകുന്ന ക്ലാസ്സുകൾ ഒരു 10 പേര് കണ്ടാൽ മതിയാവും. അത് എത്ര മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് പള്ളി കെട്ടിയോട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങള് ഓരോരോ അന്ധവിശ്വാസങ്ങൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ്. നമുക്ക് നമ്മുടെ പ്രവാചകനോട് സ്നേഹം വേണ്ടേ, നമ്മുടെ സ്വഭാവത്തിനോട് സ്നേഹം വേണ്ടേ, നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമുക്ക് സ്നേഹം വേണ്ടേ. കാരണം ഒരു ഇബാദത്ത് നമ്മൾ ചെയ്താൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പഠിപ്പിച്ച രീതിയിലുള്ള ഇബാദത്തായിരിക്കണം. അതുകൊണ്ടാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, അബ്ദുല്ലാ മുബാറക് റഹിമഹുല്ലാഹ് ദീനിന്റെ വിഷയം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അൽ ഇസ്നാദു മിനദ് ദീൻ, സനദ് എന്ന് പറയുന്നത് ദീനിന്റെ ഭാഗമാണ്. ലൗലാ ഇസ്നാദ്, സനദ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലേക്ക് ദീൻ എത്തിയില്ലെങ്കിൽ ലഖാല മൻ ഷാ മാ ഷാ. നമ്മൾ ഇവിടെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതാണ്. അത് വളരെ ആൾക്കാർക്ക് ഉപകാരം ചെയ്തു. സനദില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ അബ്ദുല്ലാ മുബാറക് റഹിമഹുല്ലാഹ് പഠിക്കുകയാണ് മൻ ഷാ മാ ഷാ. എന്താ പറയുന്നത്? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം പോലെ പറഞ്ഞു കൊണ്ടുപോകാം. നമ്മൾ ഇന്ന് ഈ നമ്മുടെ ഇടയിലുള്ള സമൂഹത്തിൽ നോക്കുന്ന ഈ മിറാജ് നോമ്പിന് എന്തില്ല, ആര് പറഞ്ഞു എന്ത് പറഞ്ഞതിന് തെളിവില്ല. The chain of narration is essential, the part of the Islam.
നരേഷൻ അല്ലെങ്കിൽ സനദ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ഇസ്ലാം ആണ്. അതില്ലെങ്കിലോ വിത്തൗട്ട് ഇറ്റ് എനിവൺ കുഡ് സേ എനിതിങ് ഇൻ റിലിജിയൻ. സനദ് ഇല്ലെങ്കിൽ എനിവൺ കുഡ് സേ, ആർക്കും ഇഷ്ടമുള്ളതുപോലെ എനിതിങ് ഇൻ ഇസ്ലാം. ആ എഴുതികളിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹ് മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ എനിതിങ്. അതിൽപ്പെട്ടതാണ് എന്ത് നോമ്പ്? മിഅ്റാജ് നോമ്പ്, മിഅ്റാജ് സംഭവം, മിഅ്റാജ് സംഗമം, അതുപോലെയുള്ള പരിപാടികൾ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സനദിന്റെ ശ്രേണിയിൽ ഇതില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളോടെ കടത്തിക്കൊണ്ടുവന്ന് അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകരുത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ അറിയണം. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം കണ്ടെത്തി ആ ആയത്തുകൾ പഠിച്ചിട്ട് അതിന്റെ തഫ്സീർ ഇങ്ങനെ അറിഞ്ഞു വന്നാൽ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രബോധനം ചെയ്യാൻ കഴിയും. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും സത്യമായി മനസ്സിലാക്കുകയും ചെയ്ത വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പല സഹോദരന്മാരും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു പരിശുദ്ധവാനായ അള്ളാഹു, അൽ വദൂദായ അള്ളാഹു, അർ റഹ്മാനായ റബ്ബ് അവരുടെ രോഗത്തെ സൗഖ്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ള നമ്മുടെ സ്വന്തക്കാര്, ബന്ധുക്കാര്, മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.